ഹലോ, എല്ലാ സാമ്പത്തിക സുഹൃത്തുക്കൾക്കും എൻ്റെ വിനീതമായ കൂപ്പുകൈ. സാമ്പത്തിക സുഹൃത്തുക്കൾ എന്ന് വിളിച്ചത് ഈ എപ്പിസോഡുകൾ നിങ്ങൾ നിരന്തരമായി കണ്ടുകൊണ്ടിരിക്കുന്ന, തുടർച്ചയായി പലവട്ടം കണ്ടുകൊണ്ടിരിക്കുന്ന അനേകം പേരുള്ളത് കൊണ്ടാണ്. അവർക്ക് മാത്രമല്ല, സാമ്പത്തിക മേഖലയിൽ വളരാനും ഉയരാനും ആഗ്രഹിക്കുന്ന, അനേകരെ വളർത്താനും ഉയർത്താനും ആഗ്രഹിക്കുന്ന എല്ലാവരെയും ചേർത്ത് പിടിച്ചാണ് സാമ്പത്തിക സുഹൃത്തുക്കൾ എന്ന പദം ഉപയോഗിക്കുന്നത്. നമുക്കറിയാം, നമ്മളൊരു പുതിയ സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കുകയാണ്. സാമ്പത്തിക വർഷം എന്ന് പറയുമ്പോൾ ഏപ്രിൽ 1 ആരംഭിച്ച് മാർച്ച് 31 അവസാനിക്കും. സാധാരണ കലണ്ടർ വർഷം എന്ന് പറയുന്നത് ജനുവരിയിൽ തുടങ്ങി ഡിസംബറിൽ അവസാനിക്കുന്നു. സ്കൂൾ കോളേജ് അല്ലെങ്കിൽ വിദ്യാഭ്യാസ രംഗത്ത് നമ്മൾ അക്കാഡമിക് വർഷമാണ് പറയാറ്. ജൂൺ ടു മാർച്ച് അക്കാദമിക വർഷം എന്നൊക്കെ പറയും. നമ്മൾ ഈ എപ്പിസോഡുകളിൽ സാമ്പത്തിക വർഷത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോഴും സാമ്പത്തിക വർഷത്തിലേക്ക് വരുമ്പോൾ പ്രധാനമായിട്ടും നമ്മൾ കേൾക്കുന്ന പദം ബജറ്റാണ്. ഈ നാളുകളിൽ ഫെബ്രുവരി മാർച്ച് മാസങ്ങളിലായി കേന്ദ്ര സംസ്ഥാന ബജറ്റുകൾ അവതരിപ്പിക്കപ്പെടുകയും ചർച്ച ചെയ്യപ്പെടുകയും പാസ്സാക്കപ്പെടുകയും ചെയ്യുന്നു. ഏപ്രിൽ 1 മുതൽ അത് പ്രാബല്യത്തിൽ വരികയും ചെയ്യും. സർക്കാർ ബജറ്റും സ്വതന്ത്രമായ അല്ലെങ്കിൽ പ്രൈവറ്റ് ബജറ്റും സ്വകാര്യമായ വ്യക്തികളുടെ ബജറ്റും തമ്മിൽ ഒത്തിരി വ്യത്യാസമുണ്ട്. സർക്കാർ ബജറ്റുകളിൽ പ്രധാനമായിട്ടുള്ള 3 കാര്യങ്ങൾ: 1, കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൻ്റെ അവലോകനമാണ്. 2, അടുത്ത സാമ്പത്തിക വർഷത്തിലേക്കുള്ള ചിലവ് കോളങ്ങളാണ്. എന്തൊക്കെ ചിലവിനങ്ങളാണ് അടുത്ത സാമ്പത്തിക വർഷം വരാൻ പോകുന്നത്. 3, അങ്ങനെയെങ്കിൽ അതിനെ നേരിടാനുള്ള വരവ് കോളമാണ് 3ാമത്തെ. അതായത് ചിലവനുസരിച്ച് വരവുണ്ടാക്കുക എന്നുള്ളതാണ് സർക്കാർ ബജറ്റിൻ്റെ പ്രധാനപ്പെട്ട ലക്ഷ്യമെങ്കിൽ, സ്വകാര്യ വ്യക്തികളുടെ സാമ്പത്തിക ലക്ഷ്യം ഇതിൽ നിന്ന് വ്യത്യസ്തമാണ്. അത് വരവനുസരിച്ച് ചിലവ് എന്നുള്ളതാണ് പ്രധാനമായിട്ടും അടിസ്ഥാനമാക്കിയിട്ടുള്ളത്. എന്നാൽ ചിലരെങ്കിലും സാമ്പത്തികത്തെ ഗൗരവമായി സമീപിക്കുന്നവർ ചിലവുകോളം കണ്ടിട്ട് അതനുസരിച്ച് വരവിനെ ക്രമീകരിക്കുന്നവരും ഉണ്ട്. രണ്ടും ആവശ്യമാണ്. അതുകൊണ്ട് ഈ സാമ്പത്തിക വർഷം തുടങ്ങുമ്പോൾ നമുക്ക് നമ്മളുടെ സാമ്പത്തിക തലം മെച്ചപ്പെടുത്തുന്നതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട സമയമാണ്. സാമ്പത്തിക തലം എപ്രകാരമാണ് നമ്മൾ മെച്ചപ്പെടുത്തുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പ്രധാനമായിട്ടും നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഒരവലോകനം ആവശ്യമാണ്. കഴിഞ്ഞ 25-26 വർഷത്തിൽ എൻ്റെ സാമ്പത്തിക രംഗത്ത് എനിക്കുണ്ടായ വിജയം, പരാജയം, തിരിച്ചടികൾ, പ്രശ്നങ്ങൾ, ഇതെല്ലാം ഒന്ന് മനസ്സിലാക്കുന്നതിനെയാണ് നമ്മൾ അവലോകനം എന്ന് പറയുന്നത്. ആൻ ഇവാലുവേഷൻ ഓഫ് ദ പാസ്റ്റ് ഫിനാൻഷ്യൽ തിങ്സ് ഇൻ അവർ പേഴ്സണൽ ലൈഫ്. അത് മനസ്സിലാക്കിയാലേ നമുക്ക് അടുത്ത വർഷത്തേക്ക് പ്ലാൻ ചെയ്യാൻ പറ്റുള്ളൂ. കഴിഞ്ഞ ദിവസം ഒരു വ്യക്തി എന്നെ ഫോൺ വിളിച്ചിട്ട് പറഞ്ഞു, അദ്ദേഹത്തിന് 1.5 കോടിയുടെ കടമുണ്ട്. അപ്പോൾ അദ്ദേഹം പറയുകയാണ്, 1.5 കോടിയുടെ കടത്തെക്കുറിച്ച് സംസാരിച്ച് കൊടുത്ത് പറയുകയാണെ, അടുത്ത വർഷം ഇത് കുറച്ചുകൊണ്ട് വരണം. കഴിഞ്ഞ വർഷം ഇങ്ങനെ ഇത്രയും കടം കയറാൻ കാരണം എൻ്റെ 1-2 ബിസിനസ് പരാജയങ്ങളായിരുന്നു. ഡോണ്ട് പുട്ട് എവരി എഗ് ഇൻ വൺ ബാസ്ക്കറ്റ്, എല്ലാം കൂടി ഒന്നിൽ നിക്ഷേപിക്കരുതെന്ന തിയറി വെച്ചുകൊണ്ട് പല ബിസിനസ്സുകൾ ഞാൻ തുടങ്ങി. വിചാരിച്ചത് ഒന്നിലെ പരാജയം മറ്റൊന്നിലെ വിജയവുമായിട്ട് തട്ടിച്ച് നോക്കി ശരിയാക്കാമെന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് തുടങ്ങിയെങ്കിലും 1-2 കടകൾ എനിക്ക് പൂട്ടേണ്ടി വന്നു. ചില പ്രത്യേക വിഷയങ്ങൾ വന്നു, പ്രശ്നങ്ങൾ വന്നു, ആ കടകൾ അടച്ചു പൂട്ടേണ്ടി വന്നു. ആ ഷോപ്പ് ഇപ്പോഴും അടഞ്ഞു കിടക്കുകയാണ്. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുന്നു. പക്ഷെ ഒരു കാര്യം ഞാൻ മനസ്സിലാക്കുന്നു, കഴിഞ്ഞ വർഷം എനിക്കുണ്ടായ ഈ തിരിച്ചടിയുടെ വെളിച്ചത്തിൽ അടുത്ത വർഷം ഏതൊക്കെ ബിസിനസ് എങ്ങനെ ചെയ്യണമെന്ന് വളരെ കാൽക്കുലേറ്റീവ് ആകണം. ഇതാണ് സാമ്പത്തിക പ്ലാനിങ് എന്നൊക്കെ നമ്മൾ പറയുന്നു. അപ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തിൽ നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഒരവലോകനം നടത്തുക എന്നുള്ളതാണ്. നമ്മുടെ എല്ലാം ജീവിതത്തിൽ സാമ്പത്തിക രംഗത്ത് ഉയർച്ചകളും തളർച്ചകളും തകർച്ചകളും ഒക്കെ ഉണ്ടാകാം. പക്ഷേ ഏതൊരു വീഴ്ചയിൽ നിന്നും എന്തെങ്കിലും പെറുക്കിയെടുക്കാൻ പഠിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. കാരണം പരാജയങ്ങൾ വിജയത്തെക്കാളും നല്ല അധ്യാപകനാണ്. ഒരു സാമ്പത്തിക പരാജയത്തിൽ നമ്മൾ സാമ്പത്തികമായിട്ടുള്ള ആ ബിസിനസ് വേൾഡ് മാത്രമല്ല മനസ്സിലാക്കുന്നത്, നമ്മുടെ ബന്ധുക്കളെ, നമ്മുടെ മിത്രങ്ങളെ, നമ്മുടെ സുഹൃത്തുക്കളെയൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു അവസരവും കൂടിയാണ് ഈ സാമ്പത്തിക തകർച്ചകളും തിരിച്ചടികളുമൊക്കെ. നമ്മുടെ കൂടെയുണ്ടെന്ന് വിചാരിക്കുന്നവർ കൂടെയില്ലെന്നും അകലെയാണെന്ന് വിചാരിക്കുന്നവർ അടുത്തുണ്ടെന്നും ഒക്കെ മനസ്സിലാക്കുന്ന അവസരങ്ങൾ. ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ സാമ്പത്തിക അവലോകനം നടത്തുക. കഴിഞ്ഞ വർഷം
എനിക്ക് എത്രത്തോളം മെച്ചപ്പെടാൻ പറ്റി, അല്ലെങ്കിൽ കഴിഞ്ഞ വർഷം ചില തകർച്ചകൾ ഉണ്ടായെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ എന്തൊക്കെയാണ്. ആരെയും കുറ്റപ്പെടുത്താതെ, പഴി ആരുടെയും മേൽ വയ്ക്കാതെ, അതിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നിടത്തുനിന്നാണ് വിജയം വരുന്നത്. ഇതിന് നമ്മൾ പറയും വി ഷുഡ് ഹാവ് സ്മാർട്ട് ഗോൾസ് എന്ന് പറയും. സ്മാർട്ട് വർക്കാണ് വേണ്ടത്, ഹാർഡ് വർക്കല്ല എന്ന് പറയുന്നത് പോലെ, ഹാർഡ് വർക്കിലൂടെ ആരും ഒന്നും നേടാൻ പോകണില്ല, സ്മാർട്ട് വർക്കിലൂടെയാണ് നേടുന്നത് എന്ന് പറയുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സാമ്പത്തിക പരാജയങ്ങളുടെ ഉത്തരവാദിത്തം അച്ഛൻ്റെയോ അമ്മയുടെയോ അനിയൻ്റെയോ ചേട്ടൻ്റെയോ ഭാര്യയുടെ വീട്ടുകാരുടെയോ തലയിലേക്ക് വെക്കാതെ അതിൻ്റെ ഉത്തരവാദിത്വം സ്വയം ഏറ്റെടുക്കുന്നിടത്തുനിന്നാണ് സാമ്പത്തിക വിജയങ്ങൾ തുടങ്ങുന്നത്. അതുകൊണ്ട് നമുക്ക് ഈ ഫിനാൻഷ്യൽ ഇയർ തുടങ്ങുമ്പോൾ തന്നെ നമുക്ക് ആലോചിക്കാം, എൻ്റെ ജീവിതത്തിൻ്റെ അല്ലെ എൻ്റെ കുടുംബത്തിൻ്റെ, ഞാനുമായി ചുറ്റിപ്പറ്റി നിൽക്കുന്ന വ്യക്തികളുടെ സാമ്പത്തിക ഉത്തരവാദിത്വം ഞാൻ ഏറ്റെടുക്കണം. ആ ഒരു വ്യക്തിപരമായ ചിന്തയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നമ്മുടെ ഫിനാൻഷ്യൽ ഗോൾസ്. അടുത്ത വർഷം പ്രധാനമായിട്ടും എന്തൊക്കെയാണ് എൻ്റെ സാമ്പത്തിക ഗോൾസ്, അത് സ്മാർട്ട് ഗോൾസ് ആയിരിക്കണമെന്ന് ഞാൻ പറഞ്ഞു. ആ ഗോൾസിൽ പ്രധാനപ്പെട്ടത് ഒന്നാമത്തെ തലം എൻ്റെ ഇൻകമാണ്, എൻ്റെ വരുമാനത്തിൻ്റെ തലം. ഇപ്പോൾ എനിക്ക് എന്താണ് എൻ്റെ വരുമാനം? ഒരു തൊഴിൽ നിന്ന് കിട്ടുന്ന സാലറിയോ, ഒരു ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന ലാഭവിഹിതമോ, ഒരു ഷെയറിൽ നിന്ന് കിട്ടുന്ന വിഹിതമോ, എന്താണ് എൻ്റെ വരുമാന മാർഗം? ഇതിനെ ഈ വർഷം എങ്ങനെ എനിക്ക് കൂട്ടിക്കൊണ്ടുവരാം? സൈഡിൽ കൂടി മറ്റൊരു ജോലി ആരംഭിക്കുന്നതാണോ, അല്ലെങ്കിൽ മറ്റൊരു ബിസിനസ് തുടങ്ങുന്നതാണോ, മറ്റൊരു ഇൻവെസ്റ്റ്മെൻറ്റ്, ഒരു നിക്ഷേപമാണോ, ഒരു റെക്കറിങ് ഡെപ്പോസിറ്റ് തുടങ്ങുന്നതാണോ, ഒരു ചിട്ടി കൂടുന്നതാണോ, എന്താണ് ഞാൻ ചെയ്യേണ്ടത്? കഴിഞ്ഞ ദിവസം ഒരു 30 വയസ്സായ ഒരു ചെറുപ്പക്കാരൻ പറയുകയാണ്, കല്യാണം കഴിക്കാൻ പോവുകയാണ്, കയ്യിൽ ഇത്രയൊക്കെ പൈസയുള്ളൂ, വലുതായിട്ടൊന്നും പ്ലാൻ ചെയ്തില്ല, ഒരു 25 വയസ്സിലൊക്കെ ജോലി ചെയ്യാൻ തുടങ്ങിയതാണ്, പക്ഷെ അന്നേ ചിന്തിക്കേണ്ടതായിരുന്നു, ഇനിയിപ്പോൾ എന്താ, 5 വർഷം അങ്ങ് പോയി, കിട്ടിയ കാശൊക്കെ എതിലേ പോയത് എനിക്കറിയില്ല. കിട്ടിയ കാശ് എഴുതിക്കൂട്ടി വന്നാൽ കുറേ പൈസയൊക്കെ ഉണ്ട്, പക്ഷേ ഇതിലേ കൂടിയാണ് ഒരു ചിലവ് പോയെന്നറിയത്തില്ല. നമ്മുടെ സാമ്പത്തികത്തിൻ്റെ ഉത്തരവാദിത്വം നമ്മൾ ഏറ്റെടുക്കുമ്പോൾ നമ്മുടെ വരുമാന മാർഗങ്ങൾ കൃത്യമായി പറ്റുമെങ്കിൽ ഞാൻ പറയും എഴുതി വയ്ക്കാൻ പഠിക്കുക. എഴുതുന്ന ശീലം ഇപ്പോൾ ഇല്ലാത്തത് കൊണ്ട് പലർക്കും ഫോണിലെങ്കിലും ടൈപ്പ് ചെയ്തോ മറ്റെന്തെങ്കിലും മാർഗങ്ങളിലൂടെ ഒന്ന് സേവ് ചെയ്ത് വയ്ക്കുക. വാട്ട് ആർ മൈ ഫിനാൻഷ്യൽ ലെവൽ ഓഫ് ഇൻകം, അല്ലെ മൈ ഇൻകം സോഴ്സസ്. അപ്പോൾ അതാണ് പ്രധാനമായിട്ടും ഫിനാൻഷ്യൽ ഗോൾസിൽ ഒന്നാമത് നമ്മൾ കഴുകണേ. 2, കഴിഞ്ഞ വർഷത്തെ പ്രധാനപ്പെട്ട ചെലവിനങ്ങൾ എന്തൊക്കെയായിരുന്നു? വിദ്യാഭ്യാസത്തിൻ്റെ, ആരോഗ്യത്തിൻ്റെ, വീട് പണിയുടെ, എവിടെയാണ് കൂടുതൽ ചിലവായത്? ഇതൊന്ന് ഈ ഒരു വർഷത്തൊന്ന് അവലോകനം ചെയ്ത് തിരിഞ്ഞു നോക്കാൻ പറ്റുവാണെങ്കിൽ എന്ത് ഒഴിവാക്കണമെന്നും എന്ത് കൂട്ടിച്ചേർക്കണമെന്നും നമുക്ക് മനസ്സിലാവും. പണത്തെ പ്ലാൻ ചെയ്യാൻ പഠിച്ചില്ലെങ്കിൽ നമ്മൾ പലപ്പോഴും പറഞ്ഞതുപോലെ പണം കയറി നമ്മളെ ഭരിക്കും, നമ്മൾ അടിമയാകും. പണം നമ്മുടെ അടിമയാകണം, നമ്മൾ പണത്തിൻ്റെ അടിമയാകരുത്. മണി ഷുഡ് ബി എ സെർവൻറ്റ്, നോട്ട് എ മാസ്റ്റർ. പണം നമ്മുടെ മേൽ ആധിപത്യം പുലർത്താൻ ഒരിക്കലും ഇട കൊടുക്കരുത്. അത് നമുക്ക് നമ്മുടെ പരിധിയിൽ നിർത്താൻ പറ്റുന്ന ഒന്നായിരിക്കും. അതിനാണ് ഞാൻ ചെലവിനങ്ങൾ എഴുതണമെന്ന് പറയുന്നത്. കഴിഞ്ഞ വർഷം ഇപ്പോൾ ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ ഓൺലൈൻ ചിലവുള്ള ഒരാളാണെന്ന് വിചാരിക്കുക, എപ്പോഴും ഓൺലൈനിൽ എന്തെങ്കിലുമൊക്കെ മേടിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ അവർ പറയുന്ന പല കാരണങ്ങളും എന്നോട് പറയുന്നത്, അത് 300 രൂപയ്ക്ക് കിട്ടും ടീച്ചറെ, പണ്ടായിരുന്നു 3000 കൊടുത്താലും കിട്ടാത്ത സാധനം ഇപ്പോൾ ഓൺലൈനിൽ 300 കിട്ടും. മാത്രമല്ല അത് മേടിച്ചാൽ അതിൻ്റെ കൂടെ എക്സ്ട്രാ അതും കൂടി കിട്ടും. ബിസിനസ് വേൾഡ് തഴച്ച് വളരുകയാണ്, പ്രത്യേകിച്ച് ഓൺലൈൻ ബിസിനസ് വേൾഡ്. ആവശ്യമുള്ള സാധനങ്ങൾ മിതമായ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ മേടിക്കണം. ഒരു ജോക്ക് പറയാറുണ്ട്, ഇത് എന്നെ കേൾക്കുന്ന സ്ത്രീകൾ എന്നെ തല്ലത്തില്ലെന്ന് വിചാരിച്ചുകൊണ്ട് ഞാൻ പറയാം. പുരുഷൻ എത്ര ആവശ്യമുള്ള സാധനമാണെങ്കിൽ എന്ത് വില കൊടുത്തും വില കൂടുതലാണെങ്കിലും അത് മേടിക്കും. സ്ത്രീ എത്ര ആവശ്യമില്ലാത്ത സാധനമാണെങ്കിലും വില കുറച്ച് കിട്ടുന്നത് കാരണം അത് മേടിക്കും. അതുകൊണ്ട് തന്നെ പല വീട്ടിലും ആവശ്യമില്ലാത്ത സാധനങ്ങൾ കുമിഞ്ഞു കൂടുന്നുണ്ട്. സ്ത്രീയുടെയും പുരുഷൻ്റെയും ചെലവിൻ്റെ മനഃശാസ്ത്രമാണത്. എക്സെപ്ഷൻസ് ഉണ്ട് കേട്ടോ, എല്ലാവരും ഇങ്ങനെയാണെന്നല്ല, ദർ ആർ എക്സെപ്ഷൻസ്. അതുകൊണ്ട് പ്രധാനപ്പെട്ട ചെലവിനങ്ങൾ കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒന്ന് എഴുതി നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും എവിടെയാണ് ആവശ്യമില്ലാതെ ചിലവായത്. ആവശ്യത്തിന് ചിലവ് വേണം കേട്ടോ. പിശുക്ക് ചില മനുഷ്യർ ഇന്നും ജീവിക്കുകയില്ല, ഭാവിയിലും ജീവിക്കത്തില്ല, ഇന്നലകളിൽ ജീവിച്ചിട്ടേ ഇല്ല.
അപ്പോൾ ജീവിക്കണം, അതിനുള്ള സ്ഥലം. മൂന്നാമത് നമ്മൾ അവിടെ ചിന്തിക്കേണ്ടത് എൻ്റെ പ്രധാനപ്പെട്ട സേവിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. കഴിഞ്ഞ വർഷം എനിക്ക് എത്ര രൂപ സേവ് ചെയ്യാൻ സാധിച്ചു? ഞാൻ പ്രധാനമായിട്ടും എവിടെയാണ് സേവ് ചെയ്തത്? ആ സേവ് ചെയ്ത പൈസയിൽ നിന്ന് അല്ലെങ്കിൽ കാര്യങ്ങളിൽ നിന്ന് എനിക്കെന്ത് വരുമാനമുണ്ടായി? ഇത് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കണം എന്നുള്ളതാണ് പ്രധാനപ്പെട്ടത്. അപ്പോൾ അത് കൺസംഷൻ ചിലവെഴുതി കഴിഞ്ഞാൽ നമുക്ക് സേവിങ് കണ്ടുപിടിക്കാൻ എളുപ്പമുണ്ട്. ചിലരെങ്കിലും പുതിയ ചിട്ടികൾ തുടങ്ങിയിട്ടുണ്ടാകണം, ചിലരെങ്കിലും പുതിയ ഡെപ്പോസിറ്റ് സ്കീമുകൾ തുടങ്ങിയിട്ടുണ്ടാകണം, ചിലരെങ്കിലും പഴയ ചില കടങ്ങൾ അടച്ച് തീർത്തിട്ടുണ്ടാകും, പുതിയ തുടങ്ങാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സേവിങ്ങും ഇൻവെസ്റ്റ്മെൻറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് നിക്ഷേപിക്കുന്നത് അല്ലേ? പണം എവിടെയൊക്കെയാണ് നിക്ഷേപിക്കുന്നത്? പണത്തെ സൃഷ്ടിക്കുന്ന സ്ഥലത്തെയാണ് ഇൻവെസ്റ്റ്മെൻ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇതെല്ലാം നമ്മൾ കണ്ടുവെച്ച് കഴിഞ്ഞാൽ ഇതൊരു ഫിനാൻഷ്യൽ ലിറ്ററസി ക്ലാസ്സായിട്ട് നിങ്ങളിതിനെ കാണണമേ. ഒരു സാമ്പത്തിക സാക്ഷരതയുടെ ക്ലാസ്സാണിത്. കാരണം സാമ്പത്തിക വർഷത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സാമ്പത്തിക സാക്ഷരത അത്യാവശ്യമായതുകൊണ്ടാണ് ഞാൻ ഈ വിഷയം ഇപ്പോൾ എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾ പ്രധാനമായിട്ടുണ്ടാകുന്ന ഫിനാൻഷ്യൽ ഗോൾസ്, സാമ്പത്തിക ലക്ഷ്യത്തിൽ 3 കാര്യങ്ങൾ പ്രധാനപ്പെട്ടതെന്ന് ഞാൻ പറഞ്ഞു. കഴിഞ്ഞ വർഷത്തെ വരുമാന മാർഗ്ഗങ്ങൾ, എക്സ്പെൻഡിച്ചർ ചെലവ് മാർഗ്ഗങ്ങൾ, സേവിങ് സമ്പാദ്യ നിക്ഷേപ മാർഗ്ഗങ്ങൾ. ഇനി ഇത് നമ്മൾ മനസ്സിലാക്കി കഴിഞ്ഞാലാണ് നമുക്ക് ഭാവിയിലേക്ക് ഗോൾസ് ഇടാൻ പോകുന്നത്. നെക്സ്റ്റ് ഇയറിലേക്ക് നമ്മൾ ഗോൾ സെറ്റ് ചെയ്യണം. ഗോൾ സെറ്റ് ചെയ്യുന്നതിൽ പ്രധാനപ്പെട്ട ഒരു തലം ഇൻകത്തിൻ്റെ ഗോൾസാണ്. നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പുതിയ വരുമാന മാർഗ്ഗങ്ങൾ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? ഇക്കൊല്ലം ഞാൻ ജീവിച്ചതുപോലെ തന്നെയാണോ അടുത്ത കൊല്ലം ഞാൻ ജീവിക്കാൻ പോകുന്നത്? പോരാ, മക്കൾ വളർന്നു വരുന്നു, ജീവിത സാഹചര്യങ്ങൾ മെച്ചപ്പെടണം. അവർക്ക് നൽകാൻ ഉത്തരവാദിത്തമുള്ളൊരു അപ്പനായി, ഉത്തരവാദിത്തമുള്ളൊരു അമ്മയായി ഞാൻ മാറണം. അവരുടെ മുമ്പിൽ എന്താണ് കഠിനാധ്വാനം, എന്താണ് ആത്മാർത്ഥത, എന്താണ് വിശ്വസ്തത എന്നുള്ളത് ഞാൻ ഉപദേശിക്കേണ്ട. എൻ്റെ ജീവിത രീതി കണ്ടുകൊണ്ട് അവർക്കൊക്കെ മനസ്സിലാകണം. കഠിനാധ്വാനം എന്താണ്, വിശ്വസ്തത എന്താണ്, അനുസരണം എന്താണ്, ഇതൊക്കെ മനസ്സിലാക്കാൻ നമ്മൾ ആരെയും ഉപദേശിക്കേണ്ട കാര്യമില്ല. ഇത് അച്ഛനും അമ്മയിൽ നിന്നും കണ്ടു പഠിക്കുന്നതിനെയാണ് നമ്മൾ എഫക്റ്റീവ് പേരൻറ്റിങ് എന്നൊക്കെ പറയുന്നത് കേട്ടോ. ഫലപ്രദമായ മാതൃത്വവും ഫലപ്രദമായ നോക്കൂ, എൻ്റെ അച്ഛനും അമ്മയും ഞങ്ങൾക്ക് വേണ്ടി എന്തോരം അധ്വാനിക്കുന്നു എന്നുള്ളൊരു ചിന്ത മക്കളിൽ നിക്ഷേപിക്കാൻ നമുക്ക് സാധിക്കുന്ന രീതിയിൽ നമ്മുടെ പ്രവർത്തികൾ. അപ്പം നമുക്ക് സ്മാർട്ട് ഗോൾസ് ഉണ്ടാകുന്നു. മാതാപിതാക്കളും മക്കളും ഒന്നിച്ചിരുന്ന് ഈ ഗോൾസ് സെറ്റ് ചെയ്യണം. പല വീട്ടിലും സാമ്പത്തികം ചർച്ചാ വിഷയമല്ല. ഒരു വലിയ പരാജയമാണത്. അച്ഛൻ്റെ കടത്തിൻ്റെ കാര്യങ്ങളോ പ്രശ്നങ്ങളോ അമ്മയോടും പറയത്തില്ല, മക്കളോടും പറയത്തില്ല. അമ്മയുടെ ചില ഇടപാടുകളൊന്നും ആരോടും മിണ്ടത്തില്ല, സ്വന്തം ജീവിത പങ്കാളിയോട് പോയി ആലോചിക്കാറില്ല. ഇതെല്ലാം കണ്ടു വളരുന്ന മക്കൾ ഓർക്കുന്നത് ഈ വീട്ടിലൊരു പ്രശ്നവും ഇല്ലേ, പിന്നെന്തുകൊണ്ട് കുറച്ച് കാശ് തന്നുകൂടാ, അച്ഛനമ്മയ്ക്ക് എന്തുകൊണ്ട് തന്നുകൂടാ. അതുകൊണ്ട് ഫിനാൻഷ്യൽ ഗോൾസ് സെറ്റ് ചെയ്യണത് ഫാമിലി ഗോൾസാക്കി മാറത്തക്ക വിധത്തിൽ ഒന്നിച്ചിരുന്നു കൊണ്ട് അടുത്ത സാമ്പത്തിക വർഷം നമ്മുടെ ലക്ഷ്യം ഇതാണ്. ട്യൂഷൻ ഫീസ് ഉൾപ്പെടെ ചിന്തിക്കുക. എന്തൊക്കെ ലക്ഷ്യങ്ങളാണ് നമുക്ക് വേണ്ടത്? വലിയ ബിഗ്ഗർ ഗോൾസിനെ സ്മോൾ മൈൽ സ്റ്റോൺസ് ആക്കി ഡിവൈഡ് ചെയ്യാൻ പഠിക്കണം. എന്ന് പറഞ്ഞാൽ ഒരു വർഷത്തേക്ക് നമുക്ക് ഇത്ര രൂപയുടെ ആവശ്യമുണ്ടെങ്കിൽ ഒരു മാസം അങ്ങനെയെങ്കിൽ എത്ര ഉൽപ്പാദിപ്പിക്കണം, ഒരു വർഷത്തേക്ക് ഇത്ര തിരിച്ചടവുണ്ടെങ്കിൽ എല്ലാ മാസവും എത്ര വെച്ച് അടയ്ക്കാൻ സാധിക്കണം. ഇങ്ങനെയുള്ള വലിയ ലക്ഷ്യങ്ങളെ ചെറിയ ചെറിയ കാര്യങ്ങളായിട്ട്, അതാണ് നമ്മൾ പറയുന്നത് സ്മോൾ മൈൽ സ്റ്റോൺസ് എന്ന് പറയുന്നത്. സ്മോൾ മൈൽ സ്റ്റോൺസ് ആക്കുക. ഇങ്ങനെ സാമ്പത്തിക കാര്യങ്ങൾ വീട്ടിൽ ചർച്ച ചെയ്യുമ്പോഴുള്ള ഗുണം എന്താണെന്നറിയാമോ? കുട്ടികളും സാമ്പത്തിക വിഷയങ്ങളെക്കുറിച്ചുള്ള അച്ചടക്കത്തിൽ വളരും. ഫിനാൻഷ്യൽ ഡിസിപ്ലിൻ ഇത് പറഞ്ഞു കൊടുക്കണ്ട, ഇത് കണ്ട് മനസ്സിലാക്കിയാൽ മതി. ഈ അടുത്ത നാളുകളിൽ നമ്മളെ വിഷമിപ്പിച്ച ഒത്തിരി കാര്യമാണ്. കുറേ കുട്ടികൾ ആത്മഹത്യ ചെയ്തു. അവരുടെ ഇഷ്ടങ്ങൾ സാധിക്കാതെ വരുമ്പോൾ 16 വയസ്സ് 17 വയസ്സ് 20 വയസ്സിൽ താഴെയുള്ള അനേകം കുഞ്ഞുങ്ങൾ ആത്മഹത്യ ചെയ്തു. അതും മാതാപിതാക്കളുള്ള ഒരു റിവെഞ്ച് പോലെയാണ് ആത്മഹത്യ ചെയ്യുന്നത്. ചെറിയ വഴക്കിടുമ്പോൾ തന്നെ അവരുടനെ തിരിച്ചടികൾ തരികയാണ്. എന്തുകൊണ്ടിത് സംഭവിക്കുന്നത്? ഒരു പ്രധാനപ്പെട്ട കാരണം ഇവരൊന്നിച്ചിരുന്ന് അവരുടെ കാര്യങ്ങൾ സംസാരിക്കുന്നില്ല എന്നുള്ളത്. ചില കേസിലൊക്കെ ഞാൻ കണ്ടത്, ഞാൻ അതേക്കുറിച്ച് പഠിച്ചപ്പോൾ മനസ്സിലാക്കിയത്, ഒരിക്കലും പിള്ളേരോട് നോ പറയാതെയാണ് അവർ പിള്ളേരെ വളർത്തിയത്, മക്കളെ വളർത്തിയത്. അതുകൊണ്ട് വലുതായി വന്നപ്പോൾ 15 വയസ്സ് 16 വയസ്സിൽ ചില നോകൾ, ചില അരുതുകൾ, അത് വേണ്ട എന്ന് പറഞ്ഞത് അവർക്ക് ഉൾക്കൊള്ളാൻ പറ്റിയിട്ടില്ല. അപ്പോൾ നമ്മൾ പറഞ്ഞു വരുന്നതനുസരിച്ച് നമ്മുടെ ലോങ് ടേം ഫൈനാൻഷ്യൽ ഗോളിനെ ചെറിയ ചെറിയ മൈൽ സ്റ്റോൺസ് ആയിട്ട്, അതായത് ഒരു വർഷത്തിൽ സംഭവിക്കേണ്ട കാര്യങ്ങളെ നമ്മൾ ചെറുതാക്കി പല മാസങ്ങളിൽ ആഴ്ചകളിൽ എങ്ങനെയായിരിക്കണമെന്ന്
കുടുംബവുമായിട്ട് ഒന്നിച്ച് ചേർന്ന് ചിന്തിക്കുന്നു. അപ്പോൾ വീട്ടിലുള്ളവർക്കും ഏതാണ്ടൊരു ധാരണ, എൻ്റെ വീട്ടിലെ വരുമാന മാർഗ്ഗങ്ങൾ, എൻ്റെ വീട്ടിലെ കടം, അതിൻ്റെ സാധ്യതകൾ, അത് കുറച്ചുകൊണ്ട് വരേണ്ടത് എങ്ങനെയാണ്, ഈ ഒരു അവബോധം വരുമ്പോൾ തന്നെ കുട്ടികൾക്ക് 12ാം ക്ലാസ് കഴിയുമ്പോൾ അവർക്ക് കൊക്കിലൊതുങ്ങാവുന്ന കോഴ്സിനെ അവർ തിരഞ്ഞെടുക്കും. അതിനു പറ്റിയ ലോണിനെക്കുറിച്ച് അവർ ചിന്തിക്കും. ഞാൻ തന്നെ ലോൺ എടുത്തിട്ട് ഞാൻ ജോലി ചെയ്ത് എൻ്റെ വിദ്യാഭ്യാസ ലോൺ അടയ്ക്കേണ്ട ആവശ്യകതയുണ്ട് എന്ന് മക്കൾക്കൊരു ബോധ്യമൊക്കെ വരുന്നു. അങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ, അല്ലെങ്കിൽ മാതാപിതാക്കൾക്ക് എതിര് തിരിഞ്ഞുകൊണ്ട് എന്ത് ഞങ്ങൾക്ക് വേണ്ടി ചെയ്തു എന്ന് ചോദിക്കുന്ന ചോദ്യത്തിൻ്റെ മുമ്പിൽ പതറിപ്പോകുന്ന ഒത്തിരി കുടുംബങ്ങളെ നമ്മൾ ഈ നാളുകളിൽ കണ്ടുമുട്ടുന്നുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട തലം, നമ്മളിങ്ങനെയൊക്കെ ലക്ഷ്യങ്ങളിട്ടു, സ്മാർട്ട് ഗോൾസ് ഇട്ടു, ഫിനാൻഷ്യൽ ഗോൾസ് ഇട്ട് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു കൺസിസ്റ്റൻസി അല്ലെങ്കിൽ അതിൻ്റെ പ്രോഗ്രസ്, അതിൻ്റെ പുരോഗതി എപ്രകാരമാണെന്ന് ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മൾ അവലോകനം ചെയ്യണം. എന്ന് പറഞ്ഞാൽ അർത്ഥം, ഈ ലക്ഷ്യങ്ങളിടാൻ എളുപ്പമാണ്, പക്ഷേ അത് നടപ്പിൽ വരുത്താനാണ് പാട്. ലക്ഷ്യങ്ങൾ അവരെ പറഞ്ഞതുപോലെ ഹാപ്പി ആർ ദോസ് ഹു ഡ്രീം ഡ്രീംസ് ആൻഡ് റെഡി ടു പേ ദ പ്രൈസ് ഫോർ ഇറ്റ്. സ്വപ്നങ്ങൾ ഉണ്ടാകാൻ എളുപ്പമാണ്, പക്ഷേ സ്വപ്നങ്ങൾക്കുള്ള വില കൊടുക്കാനാണ് പാട്. അപ്പോൾ നമ്മൾ ഒരു വർഷത്തേക്ക് നമ്മളിങ്ങനെ ലക്ഷ്യങ്ങൾ ഇട്ട് കഴിഞ്ഞെന്നാൽ നമുക്ക് എത്രത്തോളം അത് സാധ്യമായി എന്നുള്ളതിൻ്റെ പുരോഗതി നമ്മൾ തന്നെ വിലയിരുത്തുക എന്നുള്ളതാണ്. അങ്ങനെ വിലയിരുത്തിയുള്ള ഒരു ഗുണം എന്താണെന്നറിയാമോ? നമുക്ക് സാധാരണഗതിയിലുള്ള കോമൺ മിസ്റ്റേക്സിനെ അവോയ്ഡ് ചെയ്യാൻ പറ്റും. എന്തൊക്കെയാണ് സാധാരണ ഉണ്ടാക്കുന്ന മിസ്റ്റേക്സ്? നമ്മൾ ചിലപ്പോൾ ലോൺ അടയ്ക്കേണ്ട ഡേറ്റുകൾ നീട്ടി കൊണ്ടുപോകുന്നു. കഴിഞ്ഞ ദിവസം ഒരു മനുഷ്യൻ പറയായിരുന്നു, ഈ മാസത്തെ ലോൺ ഈ മാസം അടച്ചില്ലെങ്കിൽ അടുത്ത മാസം 6-ാം തീയതിക്ക് മുമ്പ് അടുത്ത ലോൺ അടയ്ക്കുന്ന തുകയും ഈ മാസത്തെ ലോണിൻ്റെ അടയ്ക്കുന്ന തുകയുടെ ഇൻട്രസ്റ്റും കൂടി വരുമ്പോൾ വലിയ തുക വരുന്നു. അപ്പം ഞാൻ പറഞ്ഞു, എങ്ങനെയെങ്കിലും 31-ാം തീയതിക്ക് മുമ്പ് അതുകൊണ്ട് അടയ്ക്കാൻ നോക്കുക എന്നുള്ളതാണ്. അല്ലെങ്കിൽ അടുത്ത പ്രാവശ്യം സാധാരണയുള്ള പലിശയേക്കാളും ഒരു കൂട്ടുപലിശയും കൂടി ചേർത്തിട്ടാണ് പിന്നത്തെ മാസം അവർ ലോൺ എമൗണ്ട് അല്ലെങ്കിൽ EMI എമൗണ്ടിൻ്റെ നോട്ടീസ് തരുന്നത്. ഓർക്കണം, പലപ്പോഴും നമ്മൾ ചില സ്വകാര്യ സ്ഥാപനങ്ങൾ, നമുക്ക് വരുന്ന ചില മെസ്സേജുകൾ, നിങ്ങൾക്ക് ലോൺ വേണോ, പേഴ്സണൽ ലോൺ വേണോ, എത്ര ലോൺ വേണം, നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് ക്യാഷ് ഇപ്പോൾ തന്നെ ഡെപ്പോസിറ്റ് ചെയ്ത് തരും തുടങ്ങിയ ലോൺ ഓഫർ ചെയ്യുന്ന സ്വകാര്യ വ്യക്തികളുടെയോ സ്ഥാപനങ്ങളുടെയോ സ്ഥലത്തു നിന്ന് മാക്സിമം നിവൃത്തിയുണ്ടെങ്കിൽ ലോൺ എടുക്കാതിരിക്കാൻ നോക്കുക. കാരണം അത് നമ്മളെ എത്തിക്കുന്ന ട്രാപ്പ്, ഡെപ്റ്റ് ട്രാപ്പ് എന്ന് പറയും, കടക്കെണി. അത് നമ്മളെ കൊണ്ട് എത്തിക്കുന്ന കടക്കെണി പറയുന്നതിനേക്കാൾ വിവരിക്കുന്നതിനേക്കാൾ അതീതമാണ്. അവർ നമ്മുടെ കയ്യിൽ നിന്ന് പൈസ ഈടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മാർഗങ്ങൾ പറയാൻ പറ്റാത്ത തരത്തിലുള്ള പല മാർഗങ്ങളാണ്. അതുകൊണ്ട് നിവൃത്തിയുണ്ടെങ്കിൽ അങ്ങനെ വരുന്ന ഓഫറുകൾ, നിങ്ങളുടെ ഫോണിലോ ഒക്കെ വരുന്ന ഓഫറുകളും ആ ലോൺ സ്കീമുകളിലും അടിമയാകാതിരിക്കാൻ നോക്കുക. പറ്റുമെങ്കിൽ അടുത്തുള്ള ബാങ്കുകളിൽ നിന്നോ അല്ലെങ്കിൽ നമുക്ക് വിശ്വസനീയമായ ചില സ്ഥാപനങ്ങളിൽ നിന്നൊക്കെയുള്ള ലോണാക്കി അതിനെ മാറ്റുക. ഇതൊരു കോമൺ മിസ്റ്റേക്കാണ്. കാരണം ഇന്ന് ബിസിനസ് പിടിക്കാൻ വേണ്ടി നമ്മുടെയൊക്കെ ഫോണുകളിലേക്ക് ധാരാളം നിങ്ങൾക്ക് പേഴ്സണൽ ലോൺ വേണോ, ഈ അക്കൗണ്ടിലേക്ക് ഇപ്പം തന്നെ ഇടുന്നു, വിത്തിൻ എ സെക്കൻഡ് എന്നുള്ള മട്ടിൽ വരുന്ന പരസ്യങ്ങളിലൊക്കെ വീഴാതിരിക്കുക. അപ്പോൾ അങ്ങനെയുള്ള കോമൺ മിസ്റ്റേക്കുകൾ പെടരുത്. രണ്ടാമത്തെ കോമൺ മിസ്റ്റേക്കാണ് നേരത്തെ പറഞ്ഞ EMI അടയ്ക്കാതിരിക്കുക എന്നുള്ളത്, ഏത് വിധേനയും അടയ്ക്കുക എന്നുള്ളത്. അപ്പോൾ ചിലർ ഇങ്ങനെ ലക്ഷങ്ങളുടെ കടവും പറഞ്ഞിട്ടൊക്കെ വരുമ്പോൾ ഞാൻ പറയും, സാധിക്കുമെങ്കിൽ നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും സാധനം, സ്വർണ്ണമോ മറ്റെന്തെങ്കിലും വിറ്റിട്ടാണെങ്കിലും ആ ലോൺ എമൗണ്ടിലേക്ക് അടച്ച് ലോൺ കുറച്ച് കൊണ്ട് വരിക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ടത്. അതുകൊണ്ട് കോമൺ മിസ്റ്റേക്സ്, മറ്റൊരു കോമൺ മിസ്റ്റേക്കാണ് അനാവശ്യ ചിലവുകളെന്ന് പറയുന്നത്. ഒഴിവാക്കാമായിരുന്ന ചിലവുകൾ, അതും ഒരു പക്ഷേ കൂട്ടുകാരൊന്നിച്ചു കൂടിയുള്ള ഭക്ഷണത്തിൻ്റെ ആകാം. ഇതൊന്നും വേണ്ട എന്നല്ല ഞാൻ പറയുന്നത്. ഇതിനെല്ലാം നമുക്ക് ലിമിറ്റ്, ഒരു ബൗണ്ടറി ലൈൻ ഉണ്ടെന്നുള്ളതാണ്. ഈ ബൗണ്ടറി ലൈൻ മനസ്സിലാക്കുക എന്നുള്ളതാണ്. എൻ്റെ അച്ഛനെയും അമ്മയും ഓർക്കുമ്പോൾ എനിക്ക് പറ്റില്ല എന്ന് മക്കൾക്ക് പറയാൻ. കൂട്ടുകാരുമൊത്ത് പലതരത്തിലുള്ള സുഖവാസ കേന്ദ്രങ്ങളിലേക്ക് പോകുമ്പോൾ ചില കുട്ടികളെങ്കിലും പറയും, ഇല്ല ഞാൻ വരുന്നില്ല, കാരണം എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇഷ്ടമില്ലാത്ത ഒന്നും ഞാൻ ചെയ്യില്ല, എൻ്റെ അച്ഛനും അമ്മയ്ക്കും ഇതുമൂലം ഉണ്ടാകുന്ന സാമ്പത്തിക ഭാരം കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. ഇങ്ങനെ വളരെ ആർജവത്തോടുകൂടി സംസാരിക്കുന്ന യുവജനങ്ങളെയും ഞാൻ കണ്ടുമുട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ രീതിയിൽ മക്കൾക്കൊരു ആർജവം വരുന്നത് പേരൻസിൽ നിന്നാണ്. തീർച്ചയായിട്ടും അവരുടെ പെരുമാറ്റ രീതികളിൽ നിന്നാണ്. അവരുപദേശിക്കുന്നതിൽ നിന്നല്ല, അവരുടെ പെരുമാറ്റ രീതികളിൽ നിന്നാണ്. അപ്പോൾ ചില കോമൺ മിസ്റ്റേക്കുകൾ, എവിടെയാണ് എൻ്റെ പണം ഒഴുകിപ്പോകുന്നത്? എൻ്റെ അനാവശ്യ സൗഹൃദങ്ങളിൽ നിന്നാണോ, എൻ്റെ അനാവശ്യ
വ്യാപാരങ്ങളിൽ നിന്നാണ്, ഓൺലൈൻ വ്യാപാരം പോലുള്ള ആവശ്യമില്ലാത്ത അത്യാവശ്യമില്ലാത്ത വ്യാപാരങ്ങളിൽ നിന്നാണോ, എവിടെ നിന്നാണെന്ന് നമ്മൾ കണ്ടെത്തുക. പ്രധാനമായിട്ടും മറ്റൊരു തലം ലാസ്റ്റ് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇതാദ്യം പറയേണ്ടതാണ് എന്നാൽ അവസാനവും പറയേണ്ടതാണ്, രണ്ടും പ്രധാനം. യു റിവാർഡ് യുവർ സെൽഫ്. സ്വയം ഒന്ന് സ്നേഹിക്കാൻ പഠിക്കുക. സ്വയം സ്നേഹിക്കുക. നിന്നെ സ്നേഹിക്കുന്നത് പോലെ നിൻ്റെ അയൽക്കാരനെ എന്ന് പറയുന്നത് പോലെ നിന്നെ സ്നേഹിക്കാൻ പഠിക്കുക എന്നുള്ളത്. റിവാർഡ് യുവർ സെൽഫ് എന്ന് പറയും. നമുക്ക് വ്യക്തിപരമായ ആവശ്യമുള്ള ഒരു പക്ഷേ ആരോഗ്യ പരിപാലനമായിരിക്കാം. സ്വന്തം ആരോഗ്യത്തെക്കുറിച്ച് ഒരു ചെക്കപ്പ് നടത്തുകയോ ഒന്നിനും പോകാതെ സ്വയം സ്നേഹമില്ലാതെ ജീവിക്കുന്നു. നമുക്കാവശ്യമുള്ള, അത് ചില വ്യക്തികളെ കണ്ടിട്ടില്ലേ, ഒരു നല്ല ഡ്രസ്സ് ഇടത്തില്ല, ഒരു നല്ല ഭക്ഷണം കഴിക്കത്തില്ല, ആരോഗ്യപരമായി ഒന്നും ചെയ്യത്തില്ല, എന്നിട്ട് ബാക്കിയുള്ളവരെയൊക്കെ ഞാൻ സ്നേഹിക്കുക എന്ന് പറയും. സ്വന്തം ആരോഗ്യം മറന്നു എത്ര നാളത്തേക്ക്? അതുകൊണ്ട് റിവാർഡ് യുവർ സെൽഫ്. നമുക്ക് വേണ്ടി കുറച്ച് സേവിങ് ഉണ്ടാകട്ടെ. ഇത് സ്വാർത്ഥ സ്നേഹമല്ല, സ്വയം സ്നേഹമാണ്. സ്വാർത്ഥ സ്നേഹവും സ്വയം സ്നേഹവും രണ്ടും രണ്ടാണ്. സ്വാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ എല്ലാം എനിക്ക് വേണ്ടി ഞാൻ, അത് തെറ്റാണ്. സ്വയം സ്നേഹം അങ്ങനെയല്ല. ചുവരുണ്ടെങ്കിലേ ചിത്രം വരയ്ക്കാൻ പറ്റുള്ളൂ എന്ന് പറയുന്നത് പോലെ എനിക്കാവശ്യമുള്ള ഒരു പുതിയ കോഴ്സ് പഠിക്കുക, പുതിയൊരു സ്കില്ല്, ഒരു ടെക്നിക്ക് പഠിക്കുക, അതിനൊക്കെ ഇച്ചിരി കാശ് കണ്ടെത്തുക, ചെറിയൊരു ഡിപ്ലോമയും കൂടി എടുക്കുക, അല്ലെങ്കിൽ ചില കോഴ്സിന് ചേരുക, 2 പുസ്തകങ്ങൾ മേടിക്കുക, അല്പം ശാന്തമായി സ്വസ്ഥമായ ഇടങ്ങളിൽ ഒരു വിനോദയാത്ര പോവുക. ഇങ്ങനെ സ്വയം സ്നേഹിക്കുന്ന ഒരു റിവാർഡിങ്ങും കൂടി ഈ സാമ്പത്തിക വർഷത്തിൻ്റെ പ്ലാനിങ്ങിൽ നിങ്ങൾ ഉണ്ടാകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പം 2026-27 സാമ്പത്തിക വർഷത്തിലെ പ്ലാനിങ്ങിനെക്കുറിച്ചാണ് നമ്മൾ വന്നത്. സെറ്റ് യുവർ ഫിനാൻഷ്യൽ ഗോൾസ്, ഹാവ് ആൻ ഇവാലുവേഷൻ ഓഫ് ദ പാസ്റ്റ്. കഴിഞ്ഞ വർഷത്തെക്കുറിച്ചൊരു അവലോകനം നടത്തുക. ഗോൾസിനെ മൈന്യൂട്ട് ചെറിയ ഘടകങ്ങളായിട്ട് തിരിക്കുക. നമ്മുടെ തന്നെ പുരോഗതി ഇടയ്ക്കിടയ്ക്ക് നമ്മൾ തന്നെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക. സാധാരണ വരുത്തുന്ന എല്ലാ മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി അത് ഒഴിവാക്കാൻ ശ്രമിക്കുക. സ്വയം ഒന്ന് സ്നേഹിക്കാൻ പഠിക്കുക. ഓർക്കുക, ചിലവ് കഴിഞ്ഞ് മിച്ചം വരുന്നതല്ല സമ്പാദ്യം, സമ്പാദ്യം കഴിഞ്ഞ് മിച്ചം വരുന്നതാണ് ചിലവ്. അതൊരു വരുമാനം കിട്ടിയാൽ ആദ്യം ചെയ്യേണ്ടത് സമ്പാദ്യമാണ്. സമ്പാദ്യക്കോളം 20% അതിനുവേണ്ടി മാറ്റുക എന്നുള്ളതാണ്. ബാക്കി നമുക്ക് ചിലവാക്കാനുണ്ട്. ആ ഒരു തിയറിയോടുകൂടി ഈ ഒരു സിദ്ധാന്തം നിങ്ങളുടെ മുമ്പിൽ ഒന്നുകൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് ഈ എപ്പിസോഡ് വൈൻഡപ്പ് ചെയ്യുന്നു. ഈ സാമ്പത്തിക വർഷം മനോഹരമാകട്ടെ എന്നാശംസിക്കുന്നു. നന്ദി.